ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ പച്ച കളറിൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ കിട്ടിയെന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല, എന്നാലും ഏറെക്കുറെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കുറച്ച് കരിവേപ്പില മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇടാം, നല്ല ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ പച്ചമുളക് എടുക്കാം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ഇടാം. പിന്നെ സാധാരണ പോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് കളറുള്ള മുളക് പൊടിയൊന്നും വേണ്ട, നമ്മൾ എരിവിന് പച്ചമുളകാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഇറച്ചിപ്പൊടിയാണ് കുറച്ചിടുന്നത്, അതായത് മീറ്റ് മസാല. പിന്നെ ഞാൻ മെയിനായിട്ട് ഇടുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ നല്ല ഉപ്പ്, കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പാണ് ക്രഷ് ചെയ്യുമ്പോൾ നല്ലത്, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ചെറിയ പീസായിട്ട് ഇടുക എന്നാണ് വിചാരിച്ചത്, ബോൺലെസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഇട്ടിട്ട് എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഗരം മസാല, ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി പൊടിയാണ്, അതും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഈ തേങ്ങ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത്, വെളിച്ചെണ്ണ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ തേങ്ങ കുറച്ചെടുത്ത് നല്ലൊരു പാലെടുത്ത് പിഴിഞ്ഞിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്, എന്നാലും നല്ല പാല് കിട്ടും. അപ്പോൾ നല്ല തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഉഷാറാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാൻ ഒന്ന് അടുപ്പത്ത് വെക്കുക, നന്നായിട്ട് കത്തിച്ചതിന് ശേഷം ഒന്നും ഇടാണ്ട് അതിലേക്ക്, ആ ചൂടുള്ള പാനിലേക്ക് ഈ ചിക്കൻ അങ്ങ് ഇടുക. പിന്നെ ഇടേണ്ടത് നമ്മളെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഇട്ടിട്ട്, ഇനി ഇതിൽ വേറൊന്നും ചെയ്യാനില്ല. ഇതിങ്ങനെ വറ്റി വരുന്നവരെ മൂടി വെച്ചും തുറന്ന് വെച്ചിട്ടും ഇളക്കിയിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതങ്ങ് വേവിച്ചെടുക്കുക. നമുക്ക് ഏകദേശം നമ്മളെ ഒരു ഗ്രേവി പരുവം എവിടെ എത്തുന്നോ ആ രീതിയിൽ എന്ത് ചെയ്യുക, നമുക്കത് ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ വറ്റിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലല്ലേ, തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചെണ്ണൻ്റെ റോ ആണല്ലോ അത്. പിന്നെ അത് ആ വെളിച്ചെണ്ണയായിട്ട് അങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഒന്നുകൂടെ നല്ല മൂടി വെച്ചിട്ട് നല്ല ഉഷാറാക്കി ഒന്നുകൂടെ അങ്ങ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് എന്ത് ചെയ്യാം, നന്നായിട്ട് വെന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ കേട്ടോ. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറെടുത്ത് ഞാൻ കുറച്ച് തക്കാളീൻ്റെ വരട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൻ്റെ സൈഡ് ഡിഷായിട്ട് തക്കാളി വരട്ടും, അതേപോലെ നമ്മുടെ ഈ ഒരു ചിക്കൻ പച്ചപ്പരട്ട്, എന്ത് വേണമെങ്കിലും പറയാം, ഞാനതിനൊരു പേരിട്ടാണ്, പച്ചക്കോഴി പെരട്ടോ, അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.